ദാസനറിയാമോ? ദാസൻ ബോംബെയിലേക്ക് പോയതിന് ശേഷം ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ പല രീതിയിലും അവർ ചതിക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും നമ്മുടെ വീട്ടിൽ നിന്ന് അവർ മാറ്റി കോളനിയിലേക്ക് മാറ്റി പാർപ്പിച്ചു. അതിനുശേഷം നമ്മളെ ജീവിതം ആകെ പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ബോംബെയിൽ നിന്നും ഇങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞത്. അനിയ, നിന്റെ ഫോൺ കോൾ വന്നതിന് ശേഷം ദൈവം സഹായിച്ച് സാമ്പത്തികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല അനിയ. എന്തിനും ഈ ചേട്ടൻ നിന്റെ കൂടെ ഉണ്ട്. കുമാര, നീ എവിടെയായിരുന്നുടാ? എന്താ നിന്റെ കോലം? എടാ, നിന്നൊന്ന് കാണാൻ വേണ്ടി ഞാൻ എവിടെല്ലാം അന്വേഷിച്ചെന്നറിയോ? എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അത് നീ കേട്ടിട്ടേ പോവാം. നിന്റെ അച്ഛനൊരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായിരുന്നുള്ള കാര്യം നിനക്കറിയാലോ. വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം. ദുർഗാദേവിയുടെ ചന്ദനത്തടികൾ, ആ ചന്ദന ലോഡ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടിച്ച കൂട്ടത്തിൽ നിന്റെ അച്ഛനുണ്ടായിരുന്നു. ചന്ദനമുട്ടികൾ ദുർഗാദേവി നിന്റെ വീട്ടിൽ കൊണ്ടുവച്ച് നിന്റെ അച്ഛനെ പിടിപ്പിച്ചു. പക്ഷേ എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഒത്തിരി കോടതിയിൽ കയറിയിറങ്ങി ആ തെളിവുകൾ കൊടുക്കാൻ വേണ്ടി. പക്ഷെ നടന്നില്ല കുമാര, ഞാൻ പരാജയപ്പെട്ടു. നിന്റെ അച്ഛൻ ഒരു കുറ്റവാളിയായി തീർന്നു. ആ സത്യം നിങ്ങൾക്കറിയില്ല. എന്നിട്ടും ദുർഗാദേവിയുടെ ആൾക്കാരുടെ പക തീർന്നില്ല. രാത്രിക്ക് രാവ് നിന്റെ വീട്ടിൽ വന്ന് നിന്റെ അച്ഛനെ ക്രൂരമായി വെട്ടിക്കൊന്നവര്. നീ വെറുതെ ഇരിക്കരുത് കുമാര, നീ അതിന് പകരം ചോദിക്കണം. നീ സടകുടഞ്ഞ് നിനക്കേണ്ട സമയം കഴിഞ്ഞിരിക്കണം കുമാര. പകരം ചോദിക്കണ്ട കുമാര. ഞാൻ പോവാ. ഞാൻ ഈ പറഞ്ഞ കാര്യം നീ മറക്കരുത്. പണ്ട് തടിക്കച്ചവടക്കാരനായി ചന്ദ്രനെ നീ കേട്ടിട്ടുണ്ടോ? അവൻ മരണപ്പെട്ടു. അവന്റെ മകളാണ് ഈ ദുർഗാദേവി. നിന്റെ ചേട്ടൻ എന്റെ കസ്റ്റഡിയിലാണ്. നീയും നിന്റെ ചേട്ടനും കൂടി കർണാടകയിൽ നിന്നും മംഗലാപുരം വഴി കേരളത്തിലെത്തിച്ച ആ ലോഡ് എവിടെ പോയി? മേഡം, പാഴ്മരമാണോ തേക്കും തടിയാണോ? അതിന്റെ കൂട്ടത്തിൽ അവര് ചന്ദനമരം വെട്ടിക്കയറ്റിയിട്ടുണ്ട്. ആ ലോഡാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അതെവിടെ പോയി? ഞാൻ എന്റെ ജ്യേഷ്ഠൻ ദാസനെ അന്വേഷിച്ച് വന്നതാ. എന്റെ ജ്യേഷ്ഠനെ കിട്ടിയില്ലെങ്കിൽ ദുർഗ എല്ലാത്തിനും വെട്ടി നുറുക്കി ഞാൻ കൊക്കയിലറിയും. എന്റെ മാഡത്തിനൊന്ന് കുഴക്കണ. എന്റെ ഒരു മുഖം നീ കണ്ടിട്ടുള്ളൂ. ആ ലോഡിൽ കിടക്കുന്ന ചന്ദനമുട്ടി അതിന് കോടികളുടെ വില വരുന്നതാണ്. അത് നീ വിട്ടു തന്നാൽ നിന്റെ ചേട്ടനെ ഞാൻ വിട്ടുതരും. മേഡം, അവരുടെ കൂട്ടത്തിൽ ഒരാളൂടി ഉണ്ട്. അവനാണ് ഇവൻ. ഇവനെ നീ തട്ടുകയാണെങ്കിൽ നിന്റെ ജ്യേഷ്ഠങ്ങൾ വെറുതെ വിട്ടുതരാം. നടക്കില്ല. അവനെ തട്ടിയില്ലെങ്കിൽ നിന്റെ തലയങ്ങളെരിയും. ഞാനാടാ ദുർഗാദേവി. അവനെങ്കിലും തട്ടേക്ക്. ശരി മേഡം. വേലയും കൂലില്ലാതെ നടന്ന എന്റെ ചേട്ടനെ ബോംബെന്ന് ഞാൻ ഇങ്ങോട്ട് പറത്തി. എന്റെ വീട് നിങ്ങൾ വെണ്ണൂറാക്കി. രാത്രിക്ക് രാത്രി അങ്ങേരെ നിങ്ങൾ പൊക്കി. ഇനിയുള്ള കാര്യം പറ.
നീ പറഞ്ഞത് ശരിയാണ്. അന്ന് രാത്രി കാറുകൊണ്ട് നിർത്തി. അന്ന് കാട്ടിന്ന് അവർ രക്ഷപ്പെട്ടു. എനിക്ക് ബാക്കിയൊന്നും വേറൊന്നും അറിയില്ല. കുമാര, എല്ലാം ഞാൻ പറയാം. നീ താമസിച്ചത് ദുർഗാദേവിയുടെ വീട്ടിലായിരുന്നു. അവിടുന്ന് കോളനിക്ക് മാറ്റിച്ചത് ഞാനാണ്. ഇനി നീ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. നിങ്ങൾ ബാക്കി കാര്യം വെച്ചോ. ഓക്കെ, പോടാം. എന്താ ചാക്കില് കുറച്ച് ഇറങ്ങി കേട്ടോ. വേറെ കല്ലല്ല, ചന്ദനം തടിയുള്ളത്. അല്ല അല്ല, നീ എനിക്കറിയാം, നീ ആ ചന്ദനം കടത്തണമല്ലോ. ഞാൻ ചന്ദനം കടത്തും, പലതും കടത്തും. നീ ആര് ചോദിക്കാൻ? നീ ഒരിക്കൽ നീ പിടിക്കപ്പെടും. നീ പോടാ. നീയാണടാ ദാസൻ, കുമാരന്റെ ചേട്ടൻ. കർണാടകത്തിൽ നിന്നും മംഗലാപുരം ഒഴുകുന്ന കേരളത്തിൽ നിന്ന ചന്ദനോട് പറഞ്ഞത് എവിടാ? മാഡം, കുമാരൻ രക്ഷപ്പെട്ടു. അവൻ രക്ഷപ്പെട്ടെന്നോ? എന്തിനാണോ മല്ലന്മാരെ നിങ്ങളൊക്കെ ഞാൻ തീറ്റിപ്പോറ്റുന്നത്? മാഡം, ഒരു തവണയ്ക്ക് മാപ്പാക്കണം. ഈ വാളിന്റെ ചൂട് അവൻ അറിയാൻ പോകുന്നതേ ഉള്ളൂ. അവനെ കൈ കിട്ടിയതാ, കൊതറിക്കളഞ്ഞു. ഇനി അതുണ്ടാവില്ല. ദുർഗ അവനെ വെട്ടിൻ തുറക്കി കാൽച്ചോട്ടി കൊണ്ടുവരും. എന്തൊക്കെ തന്നെയായാലും കോടികൾ വിലമതിക്കുന്ന എന്റെ ചന്ദനത്തടി എനിക്ക് വേണം. 12 മണിക്കൂർ സമയം ഞാൻ നിങ്ങൾക്ക് തരും. അതിനുള്ളിൽ അവനെ എനിക്ക് കിട്ടിയിരിക്കണം. കേട്ടോടാ?
കഴിഞ്ഞ തവണ നീ രക്ഷപ്പെട്ടു, ഇത്തവണ നീ രക്ഷപ്പെടുന്ന കരുതണ്ട. എനിക്ക് മറ്റൊന്നും വേണ്ട. നിന്റെ ചേട്ടൻ കൊണ്ടുപോയ ചന്ദനം എനിക്കത് ദുർഗാദേവിയുടെ അടുത്തെത്തിക്കണം. എന്നെ അഴിച്ചുവിടറ. ദുർഗയുടെ കുറെ ആൾക്കാര് നിന്നെ അഴിക്കാടാ. നിന്നെ ഞങ്ങൾ ദേവലോകത്തേക്ക് അയക്കാൻ പോണേ. അടിച്ചു കൊല്ലടാ ദുർഗാദേവിനെ. വേണ്ടടാ, വിട്ടേക്ക്. കിഴക്ക് മല ചവിട്ടി കയറിയിട്ടാ ഈ കുമാരൻ ഈ ഇന്ത്യക്കുണ്ടിലേക്ക് വന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ദുർഗ ഈ കളി എന്നോട് വേണ്ടട്ടോ. മരിച്ചുപോയ ഫോറസ്റ്റ് ഗാർഡ് ബാലനെ നിനക്കറിയോ? ആ ബാലന്റെ മക്കളാ ദാസനും ഈ കുമാരനും. ഓര കണ്ട് അറപ്പ് മാറിയതാണ്. ചന്ദനത്തിന്റെ മണമുണ്ട് ഈ കൈകൾക്ക്. നീയും നിന്റെ ചേട്ടനും കൂടി എന്റെ ലോഡ് തട്ടിയെടുത്തു. എന്റെ ചേട്ടനെ കിട്ടിയില്ലെങ്കിൽ ദുർഗ